ടി ജി നോർവേയിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചതിനിടയിൽ ഒരു പ്രസ് ബ്രീഫിങ്ങിനിടെ ഒരു മാധ്യമപ്രവർത്തക അവർ ഈ എക്സിലൊക്കെ ഇപ്പോൾ വന്നൊരു വിവരം അനുസരിച്ച് അവർക്ക് വലിയ ഫോളോവേഴ്സൊന്നും ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് അപ്പോൾ ഇവർ ഇത് ചോദിച്ചു, അതായത് ഇവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ചോദിച്ചു. മോദി മൈൻഡ് ചെയ്തില്ല. മോദി സാധാരണ പോലെ അങ്ങ് പോയി. അപ്പോൾ അതിൽ പിന്നെ അത് കഴിഞ്ഞ് വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിന് അവർക്ക് മറുപടിയൊക്കെ കൊടുത്തു. ഇതൊക്കെ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാവർക്കും ഒരു പൊതുവേ ഒരു പറയുന്ന മോദിക്കെതിരെയുള്ളൊരു ആക്ഷേപം, അദ്ദേഹം പത്രസമ്മേളനങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അത് വെച്ചിട്ടാണ് അളക്കുന്നത്. എന്ത് തോന്നുന്നു അതിൽ? മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. മൻമോഹൻ സിംഗ് നോക്ക്, 1-2 തവണ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ട് പുള്ളി. അതും സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർ. അതിങ്ങനെ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും വരുന്ന, അല്ലാതെ ഇങ്ങനെ ഈ BD സേഴ്സ് നടത്തുന്ന പോലെ വലിയ മാധ്യമപ്രവർത്തകർ വഴിയെ പോയവരെല്ലാം കയറിയിരിക്കുന്നു, ഇപ്പുറത്തിങ്ങേരിയിരിക്കുന്നു, നിങ്ങൾക്കൊരു ഇരയെ കിട്ടിയ മാതിരി നിങ്ങളങ്ങ് പെരുമാറുന്നു. ആ പരിപാടിക്കൊന്നും മാന്യന്മാരിരുന്നും കൊടുക്കില്ല. അത് പിന്നെ ചെയ്യുന്ന ആൾ ഡൊണാൾഡ് ട്രംപാണ്. അത് ആ മനുഷ്യന് പ്രാന്തായിട്ടാണ്. ചുമ്മാ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് പിന്നെ മാറ്റി പറയും. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. നോർവേയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു അറിയാം? 60%. അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് 50%. 50-60 നോർവേ വോട്ട് ചെയ്യുന്നത്. ഈ നോർവേ അടക്കമുള്ള യൂറോപ്പും തെക്കേ അമേരിക്കയും മറ്റേതൊക്കെ ചേർന്ന ജനസംഖ്യ ഭാരതത്തിലുണ്ട്. നോർവേയൊക്കെ എത്ര ചെറുതാണ്. ആ ഭാരതത്തിൽ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു? 93%, 94% ഒക്കെ ആയിരുന്നു. ആസാമിലും അതുപോലെ തന്നെ. ആസാമിലും ബംഗാളിലും BJP ജയിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലും BJP കുറ്റിതെറിച്ചു പോയി. ഇതല്ലേ ജനാധിപത്യം? ഇവിടെയും പോളിംഗ് ശതമാനം അത്ര കുറവൊന്നും ആയിരുന്നില്ല. നമ്മുടേതും കുറവായിരുന്നില്ല, തമിഴ്നാടിൻ്റെയും കുറവൊന്നും ആയിരുന്നില്ല. 90-92 ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക്, ഈ 150 കോടി ആൾക്കാരുടെ ഇടയ്ക്ക് 4 പ്രമുഖ സംസ്ഥാനങ്ങൾ, അതിൽ ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും വലിപ്പം ആലോചിച്ച് നോക്ക്. നോർവേയേക്കാൾ വലുതാണ് തമിഴ്നാടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് നടന്നിട്ട് 2 സ്ഥലത്ത് ഭരണകക്ഷി ജയിക്കുന്നു, 2 സ്ഥലത്ത് തോൽക്കുന്നു, വേറെ ആരോ ജയിക്കുന്നു. ഇതിൽ കവിഞ്ഞൊരു ജനാധിപത്യം വേറെ എവിടെയാണുള്ളത്? ഇത് പാശ്ചാത്യരും മനസ്സിലാക്കാതെ അവരൊരു ചട്ടക്കൂട്. അവരുടെ നോർവേയിൽ നേരം വെളുക്കുന്നത് 6 മണിക്കാണ്, പാല് വരുന്നത് 5:30 മണിക്കാണ്. അത് ഇന്ത്യയിലും വരണം, എങ്കിലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പോയി പണി നോക്കാൻ പറയും ഈ സായിപ്പന്മാരോട്. ഇവരൊക്കെ ആരാ? മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ റാങ്കിങ് ഉണ്ടാക്കുന്നു. എന്ത് സ്വാതന്ത്ര്യ റാങ്കിങ്? ആരെ ഈ റാങ്കിങ് ഉണ്ടാക്കിയത്? ഏകാധിപതികളെക്കാൾ താഴെയാണ് ഭാരതത്തിൻ്റെ റാങ്കിങ്. അപ്പോൾ തന്നെ അറിയാലോ. കിം ജോങ് ഉന്നിനേക്കാൾ ജനാധിപത്യം കുറവാണ് ഇന്ത്യയിലെന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്ത് ചെയ്യും? കിം ജോങ് ഉൻ ഒരാളെ എത്ര ചിരിക്കണമെന്ന് വരെ നിയമം പാസ്സാക്കിയ ആളാണ് കിം ജോങ് ഉൻ, ഉത്തര കൊറിയ. അതിലിവർക്ക് ആർക്കും പരാതിയില്ല. ഇവരാരും ഷീ ജിൻപിങ്ങിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുമോ? ഞങ്ങൾ പത്രക്കാരാണ്, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ ഒരു ചോദ്യം ഈ പറഞ്ഞ സ്ത്രീ ഷീ ജിൻപിങ്ങിനോട് ചോദിക്കില്ല, പുടിനോട് ചോദിക്കില്ല, കിം ജോങ് ഉന്നിനോട് സങ്കല്പിക്കുക പോലുമില്ല. അവർ നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ഇന്ത്യ ഇപ്പോൾ സോഫ്റ്റ് ടാർഗറ്റ് അല്ല. അതുകൊണ്ടാണ് വിദേശകാര്യ വകുപ്പിൽ നിന്ന് ആ മറുപടി അവർക്ക് വന്നത്. പണ്ട് ഇന്ത്യ ഇങ്ങനെ അപ്പോളജറ്റിക്കായിരുന്നു. മനുഷ്യാവകാശം എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും. ആദ്യമായിട്ട് ഇന്ത്യ തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടത് ഇപ്പോഴൊന്നുമല്ല, നരസിംഹറാവുവിൻ്റെ കാലത്താണ്. ഹീ സ്റ്റാർട്ടഡ് ഇറ്റ്. നമ്മൾ നരസിംഹറാവു കോൺഗ്രസ് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് ചരിത്രമല്ലാതാക്കരുതല്ല. നരസിംഹറാവു ഇതുപോലെ ഒരു ഫോറിൻ പത്രപ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് ലോൺ എടുത്തിരിക്കുന്നു. ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ കാലത്താണല്ലോ
നമ്മൾ IMF ലോൺ, മറ്റേ വേൾഡ് ബാങ്ക് ലോൺ, അത് ഇത് വാങ്ങിച്ച് നമ്മളുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG, ആ രീതിയിൽ നമ്മുടെ എക്കോണമി തുറക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ കൊളാപ്സിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം. അപ്പോൾ ഇത്രയും ലോണൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനമല്ലേ കാണിക്കുന്നത്? അപ്പോൾ നരസിംഹറാവു പറഞ്ഞു, ഞാൻ ലോൺ എടുത്തില്ല എന്ന് വെച്ചോ, അപ്പോൾ എനിക്ക് കാശ്മീരിൽ തോന്നിയ ദിവസം കാണിക്കാമോ? നിങ്ങൾ സമ്മതിക്കുമോ? ലോൺ എടുത്തു, അതുകൊണ്ട് പാടില്ല എന്ന്. ഇതെന്ത് ലോജിക്കാണ്? മനുഷ്യാവകാശം സംരക്ഷിക്കുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ത്രൂ ഔട്ട് അവർ സിവിലൈസേഷണൽ ഹിസ്റ്ററി, യു ഗോ ബാക്ക് ഫോർ 10,000 years, ഞങ്ങൾ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നവരാണ്, ലോ ആൻഡ് ഓർഡർ നിലനിർത്തുന്നവരാണ്. ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്ന മനുഷ്യാവകാശ ലംഘനമുണ്ട്. അതിനെ നിങ്ങൾക്ക് അബ്സല്യൂട്ട് മനുഷ്യാവകാശ ലംഘനമായിട്ട് കാണാൻ പറ്റില്ല. ഒരു കുറ്റം ചെയ്തവനെ അറസ്റ്റ് ചെയ്യുന്നതും വെറുതെ വായി നോക്കി നിന്നവനെ അറസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു, വേൾഡ് ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എൻ്റെ ബോസ് ആകുന്നില്ല, നിങ്ങൾക്ക് എന്നെ മനുഷ്യാവകാശം പഠിപ്പിക്കാനേ അവകാശമില്ല. കാരണം മനുഷ്യാവകാശത്തിൻ്റെ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടർ, ആ ചാർട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉപനിഷത്തിൽ നിന്ന് കോപ്പി അടിച്ചതായിട്ട് കാണാൻ പറ്റും. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതോ അറിയാതെ ചെയ്തതോ, ബട്ട് ഇറ്റ് ഈസ് എ കോപ്പി ഓഫ് അവർ ഉപനിഷത്സ്. എന്നിട്ട് നമ്മളെ മനുഷ്യാവകാശം കാണിച്ച് പേടിപ്പിക്കും. അന്നാണ് ആദ്യമായിട്ട് ഈ ഫോറിൻ ആളുകൾക്ക് മനസ്സിലാവുന്നതായി, ഇങ്ങനെയും ഒരു ഇന്ത്യക്കാരനുണ്ടോ പ്രൈം മിനിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സിലാണ് നരസിംഹറാവു. 16 ഭാഷകൾ അറിയാം. അപ്പോൾ ഇവർ ഒന്ന് അടങ്ങി. അവിടുന്ന് പിന്നെ മുന്നോട്ടേ നമ്മൾ പോയിട്ടുള്ളൂ. പിന്നെ പ്രധാനമന്ത്രിമാർ തിരിഞ്ഞു നോക്കുക. ഇപ്പോൾ അന്ന് നരസിംഹറാവു പത്രക്കാരോട് സംസാരിച്ചു, ഇന്നിപ്പോൾ പത്രക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല. യെസ്, വി വിൽ നോട്ട്. ഇവരുടെ ഈ കൊസ്രാക്കൊള്ളി പിടിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അതൊരു ശരിയായ കാര്യമൊന്നുമല്ല. മോദി പത്രക്കാരെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പത്രക്കാർക്കും, എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തു. 2024 ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ എല്ലാവർക്കും കൊടുത്തു. അതല്ലാതെ ഇവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വലിയൊരു ജനക്കൂട്ടം ഒരു ഓഡിറ്റോറിയത്തിൽ അങ്ങ് കൂടും. പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണം. എന്നിട്ട് ഇവരിങ്ങനെ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുക്കടപ്പള്ളിയിൽ ഒരു വെടിവെപ്പ് നടന്ന, പ്രധാനമന്ത്രിക്ക് കുക്കടപ്പള്ളി എവിടെയാണ്? കർണാടകയിലാണോ ആന്ധ്രയിലാണോ? പേര് കേട്ടാൽ ആന്ധ്രയാണെന്ന് തോന്നുന്നു. ഈ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പ്രധാനമന്ത്രിയെ ഉത്തരം മുട്ടിച്ചു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടണം. ഈ 18 വയസ്സായ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, ഇവർ പ്രൊഫസർ M. കൃഷ്ണൻ നായർ അനാഗത ആർത്തവകൾ എന്ന് പറയുമായിരുന്നു ഈ പെൺകുട്ടികളെ. അനാഗത ശ്മശ്രുക്കളായ ആൺകുട്ടികളും അനാഗത ആർത്തവകളായ പെൺകുട്ടികളും കൂടി വടിയും പിടിച്ച് നടത്തുന്ന ഈ നാടകത്തിന് കൂട്ടുനിൽക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. അതുകൊണ്ട് വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഇതിനു വേണ്ടി പാഴാക്കാൻ പറ്റില്ല. ഇത് നാഷണൽ മാത്രമല്ല, ഇൻ്റർനാഷണലി പത്രപ്രവർത്തകരുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ഞാൻ പത്രപ്രവർത്തകരിൽ പലരോടും പറഞ്ഞു, കേരളത്തിനെ പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു ദിലീപ് കേസ്. അത് ക്ലോസ് കോർട്ടിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു വക്കീലിൻ്റെ വേഷത്തിൽ നിങ്ങൾ ആ കോർട്ടിനുള്ളിൽ കയറിയിട്ട് കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യും, നിങ്ങളെ ഞാൻ സമ്മതിക്കാം. അല്ലാതെ കോർട്ട് ലക്ഷ്യമാകും. ഞാൻ ആകും. ആ കോർട്ട് ലക്ഷ്യം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. അവിടെയാണ് നിങ്ങളുടെ ജേർണലിസ്റ്റിക് മിടുക്ക് കാണുന്നത്. ഈ ഒറിയാന ഫെലാച്ചി, ഇറ്റാലിയൻ ജേർണലിസ്റ്റാണ്, മരിച്ചുപോയി കേട്ടോ. അവർ 2 പേരെ ഇൻ്റർവ്യൂ ചെയ്തു. ഒന്ന് പോപ്പിനെയും ഒന്ന് നമ്മുടെ യാസർ അറാഫത്തിനെയും. യാസർ അറാഫത്ത് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. വധഭീഷണിയൊക്കെ ആയിട്ട് യാസർ അറാഫത്ത് വലിയ വേൾഡ് ഫേമസ് ടെററിസ്റ്റാണല്ല. അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. പക്ഷെ അവർ യാസർ അറാഫത്തിൻ്റെ മുമ്പിൽ ഹാജരായി. യാസർ അറാഫത്ത് ഞെട്ടിപ്പോയി. വാട്ട് ഈസ് ദിസ്? അവർ പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഇവിടെ ഒരു ഡോറില്ലേ, ഒരു രഹസ്യ ഡോറുണ്ട്. ആ ഡോറിലൂടെ അകത്തേക്കും ആൾക്കാർക്ക് വരാൻ പറ്റും. ഷീ കെയിം ത്രൂ ദാറ്റ്.
ഹിറ്റ്ലറെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്ന ആൾ. പോപ്പിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പോപ്പ് എങ്ങനെ പെർമിഷൻ കിട്ടി? അവർ പറഞ്ഞു കൈക്കൂലി കൊടുത്തപ്പോൾ. പോപ്പിൻ്റെ പരിചാരകന്മാർക്ക് കാശ് പുളിക്കുക. അതൊക്കെയാണ് ജേർണലിസം എന്ന് പറയുന്നത്. അതല്ലാതെ എന്ത് ഇപ്പം നടക്കുന്നത് എന്താണ്? ഒരു വടിയും പിടിച്ചിട്ട് ചുമ്മാ തെക്കോടെ കിടന്ന് മനുഷ്യനെ ഉപദ്രവിക്കുക. 6 മാസം 7 മാസം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിയും. അത് കഴിഞ്ഞു, പത്രപ്രവർത്തനം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അടുത്തതിന് റിക്രൂട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ പത്രപ്രവർത്തനമാണ്. അന്തസ്സായ ഒരു ചോദ്യം ചോദിക്കാൻ എത്ര പേരുണ്ട്? ഞാനെൻ്റെ എക്സ്പീരിയൻസ് പറയാം. കുറേ വർഷം മുമ്പാണ് സുബ്രഹ്മണ്യൻ സ്വാമി തിരുവനന്തപുരത്ത് വന്നു പ്രസ് കോൺഫറൻസ് വെച്ചു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ആളെ എന്നെയും വിളിച്ചിരുന്നു, ഞാനും പോയിരുന്നു. കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ അറിഞ്ഞുകൂടാ. ഹിന്ദുവിൻ്റെ പത്രക്കാരൻ മാത്രം ഒരു ചോദ്യം ചോദിച്ചു. അതും പണ്ട് വാജ്പേയിയുടെ കാലത്ത് നടന്ന ഏതോ ഒരു സംഭവത്തെപ്പറ്റി. അത് സ്വാമി ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് അബ്സല്യൂട്ട് സൈലൻസ്. അപ്പോൾ സ്വാമി ചോദിച്ചു, യു ഹാവ് നോ ക്വസ്റ്റ്യൻസ്? ഇല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയില്ല, അതാണ്. ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കണ്ടേ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കണ്ടേ? പോട്ടെ സാർ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. സ്വാമി തമിഴനാണല്ല, മലയാളം മനസ്സിലാകും, സംസാരിക്കാനാണ് പ്രയാസം. ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമല്ലോ. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഞാൻ മലയാളത്തിൽ ചോദിക്കാം, മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ചോദിക്കുക. ഇത് ഞാൻ പറയുന്നത് ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് പത്രപ്രവർത്തകരുടെ സ്റ്റാൻഡേർഡ്. മഹാ കഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെയുള്ളവരെ എൻ്റർടൈൻ ചെയ്യില്ല. ബുദ്ധിയുള്ള ഭരണാധികാരികളൊന്നും ഈ നാടകത്തിന് നിൽക്കില്ല. പിന്നെ അവരെപ്പറ്റി നമുക്ക് ഈ പറയാമെന്നുള്ളതല്ലാതെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞാലത്തെ അനുഭവം ആലോചിച്ച് നോക്കി, വലിയ ലോകപ്രസിദ്ധമായ വിവാദം നടക്കും അതേപ്പറ്റി. അതുകൊണ്ട് ആരും ഒന്നും പറയും, ഷീ ജിൻപിങ് പറയില്ല, പുടിൻ പറയില്ല, എങ്ങനെയെങ്കിലും തുറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടില്ല. ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്തൊക്കെയാണ്, അതായത് ഒരു 4-5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടല്ലോ, മോദി എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ? അതേ, ഈ മോദി ഒരുപാട് കാലമായി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു. എനിക്ക് പോലും തോന്നി, എൻ്റെ ദൈവം ഇതെന്തൊരു പെടാപ്പാടാണ്. 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ആ ടൈം സോൺ മാറിയിട്ട് മനുഷ്യന് വട്ടാകും. ബട്ട് ഹി ഡസ് ദാറ്റ്. ഇതെന്തിനാണ്? ഇപ്പോഴാണത് മനസ്സിലാകുന്നത്. 42 രാജ്യങ്ങളിൽ നിന്നോ മറ്റുമാണ് നമ്മൾ എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ. 42 or 43, ഐ എം നോട്ട് ഷുവർ. LPG എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, പക്ഷെ കിട്ടാനുണ്ടല്ലോ, സാധനം കിട്ടാനുണ്ടല്ലോ. ഇപ്പോഴും ഇത്രയും നാളായിട്ട് ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധമാണ്. മാർച്ച് 3-ഓ 4-ഓ ആയപ്പോൾ ഹോർമുസ് കടലിടുക്കൽ പ്രശ്നമായി. അതിനുശേഷം നേരെ അവിടെ നിന്ന് കപ്പലുകൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ദിസ് മാൻ വാസ് ട്രാവലിങ്. ഇങ്ങനെ ഓടി നടന്ന് ടൈപ്പ് ഉണ്ടാക്കി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വെനീസുലയിൽ പോലും ONGCയുടെ ഇൻസ്റ്റലേഷനുണ്ട്. 6000 കോടി രൂപ മുടക്കിയിട്ടിട്ടുണ്ട് അവിടെ. വെനീസുല മദൂറോയുടെ ഏകാധിപത്യ ഭരണം കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയുടെ കാൽക്കീഴിലാണ് വെനീസുല. അപ്പോൾ അമേരിക്കൻ കമ്പനികളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി, ONGCയും പ്രവർത്തിക്കാൻ തുടങ്ങി. ONGC 6000 കോടി രൂപ എണ്ണ ബിസിനസ്സിൽ വലിയൊരു കാശൊന്നുമല്ല, നിസ്സാര കാശാണ്. ബട്ട് അത് മുടക്കി, അത് മുൻകൂട്ടി കണ്ടത് ചെയ്തില്ലേ? ഇത് ചെയ്യുന്നത് മുഴുവൻ നമുക്ക് ഈ ഇരുന്ന് വാചകം പിടിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഈ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം യാത്ര ചെയ്യാൻ ആർക്കും എത്ര വലിയ താല്പര്യം? ആദ്യമൊക്കെ വിദേശ യാത്രയ്ക്ക് ഒരു ഇത് തോന്നും, എക്സൈറ്റ്മെൻറ്റ് തോന്നും. അത് കഴിയുമ്പോൾ കഴിഞ്ഞില്ല, പിന്നെ ഇതൊരു വലിയ സ്ട്രെയിനാണ്. മറ്റൊരു രാജ്യത്തെയും ഭരണാധികാരി ഇത്രയധികം യാത്ര ചെയ്യുന്നില്ല മോദിയുടെ അത്രയും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഹോൾഡുണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ ഗുഡ് ടേംസിലാണ്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് എത്ര പേര് നമ്മളെ പിന്തുണച്ചു? അതൊരു ചോദ്യമാണ്. എത്ര പേര് നമ്മളെ എതിർത്തു? അതൊരു ചോദ്യമല്ലേ?
എതിർക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നതും ഒരു നയതന്ത്രമല്ലേ? വാസ്തവത്തിൽ അതാണ് നയതന്ത്രം. അനുകൂലിക്കാൻ ആളില്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളെ ആരും സഹായിക്കണമെന്നൊന്നുമില്ല. പാകിസ്ഥാൻ ഇട്ട് 4 അടി കൊടുക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. അതിനാരുടെയും സഹായം വേണ്ട. ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത് ആരും ചെയ്തില്ലല്ലോ. അതല്ലേ ഒരു നയതന്ത്രം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ വെറുതെ ഒരാൾ യാത്ര ചെയ്യുന്നതിൽ അസൂയ, പുള്ളിയുടെ ആരോഗ്യത്തിൽ അസൂയ. എനിക്കറിയാം ഇവരൊക്കെ തമ്മിൽ പ്രൈവറ്റ് ടോക്കിൽ പറയുന്നു, ഈ പണ്ടാറക്കാലിനൊരു പനി പോലും വരുന്നുമില്ല. ഇതാണ് ഇപ്പം 12 വർഷമായി അങ്ങനെ ഭരിക്കുന്നു. ഗുജറാത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വായിച്ചത് കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ പരിശോധിച്ചു, അല്ലെങ്കിൽ അവിടെ പോയി. ഒരു തവണ കേട്ടിട്ടുണ്ടോ? ഒരു തവണ അങ്ങേർക്ക് മുട്ടേപ്പനിയാണെന്ന് പറഞ്ഞ് വരാതിരുന്നിട്ടുണ്ടോ ഓഫീസിൽ? ഇല്ല. ഈ പറഞ്ഞ ബുർക്കിനോ ഫാസോയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് രാത്രി 12 മണിക്ക് ഈ സെൻട്രൽ വിസ്റ്റയുടെ പണി നോക്കാനായിട്ട് അവിടെ പോകുന്നു. അങ്ങനെയാണ് അത് റെക്കോർഡ് ടൈമിൽ അത് തീർത്തത്. കോവിഡ് നിൽക്കുമ്പോഴാണ് സെൻട്രൽ വിസ്റ്റയുടെ പണി നടക്കുന്നത്. കാരണം അങ്ങേരെ തെറി പറയാനുള്ള MP-മാർക്ക് ഇരിക്കാൻ ഇരിപ്പിടം വേണ്ടേ? അത് പുള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ചേട്ടാ ഉറക്കളയ്ക്കെന്ന് ചോദിച്ചാൽ, നിനക്ക് എന്നെ തെറി വിളിക്കാനുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉറക്കളയ്ക്കുകയാണ്. അങ്ങനെ 800 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് പുള്ളിക്ക് കുറ്റം പറയുന്നു, പുള്ളി പത്രക്കാരുമായിട്ട് യുദ്ധം ചെയ്തില്ല. വേണ്ടപ്പാ, മനസ്സമാധാനം മതി മനുഷ്യർ. ഈ പത്രക്കാരുടെ അടുത്ത് സംസാരിക്കാൻ കൊള്ളില്ല. വാസ്തവത്തിൽ മോദിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സ്റ്റേച്ചറുള്ള പത്രക്കാരില്ല ഇന്ത്യയിലിപ്പോൾ. യു ജസ്റ്റ് കനോട്ട് മാച്ച് ഹിസ് ആ ഒരു ഇൻ്റലക്ച്വൽ അക്യൂമെൻ. അതുകൊണ്ടാണ് ഇവരെല്ലാം തെറിച്ചു പോകുന്നത്. ഈ പറഞ്ഞ ശേഖർ ഗുപ്ത, അർണബ് ഗോസ്വാമി, മറ്റേ ഉണ്ടല്ല കരൺ താപ്പർ അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ, തലയ്ക്ക് വെളിവുള്ള ഒരു മനുഷ്യൻ കരൺ താപ്പറിനെ എൻ്റർടൈൻ ചെയ്യില്ല. അയാളുടെ വിചാരം അയാളെന്തോ വലിയ ജേർണലിസ്റ്റ്. വാട്ട് ഹി ഈസ് ഡൂയിങ് ഈസ് നോട്ട് ജേർണലിസം. അയാൾ ഈ പോലീസുകാരുടെ ഇൻട്രോഗേഷൻ പോലെ ചോദ്യം ചോദിക്കലല്ല, ചോദ്യം ചെയ്യലാണ് അയാളുടെ. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമല്ല, അത് ആണ് അയാളുടെ പരിപാടി. അത് ഇറ്റ്സ് നോട്ട് ജേർണലിസം അറ്റ് ഓൾ. അതുകൊണ്ടാണ് അയാൾക്ക് ഗുണം പിടിക്കുന്നത്. അതർവൈസ് അയാളുടെ കണക്ഷൻസും സംഗതിയും അയാളുടെ ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ താപ്പർമാരൊക്കെ വലിയ ആൾക്കാരാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ വരി തെറ്റിച്ച് പ്രൊമോഷൻ മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. അത് പിന്നെ പോട്ടെ. ഏതായാലും അക്കൂട്ടത്തിൽപ്പെട്ട പാമ്പേർഡ് ചൈൽഡാണ് ഈ കരൺ താപ്പർ. അയാളൊരു അന്താരാഷ്ട്ര പത്രപ്രവർത്തകനായിട്ട് മാറുമായിരുന്നു അയാൾ ഈ ചൊറിച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ. ഈ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നതും പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.